ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അവിടെ നമുക്ക് ക്യാമറ ഫോണൊന്നും അലോഡ് അല്ലായിരുന്നു, അപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകിട്ട് ശംഖുമുഖം ബീച്ചിലൊക്കെ പോയി. അപ്പം അതിൻ്റെ കാഴ്ചകളാണിപ്പോൾ കാണുന്നത്. ഒരു 7 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ രാത്രി ആയാലും നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഫെസ്റ്റൊന്നും നടക്കില്ല. അവിടെ സ്ഥിരം ഇങ്ങനെയാണ്, കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട്. നമ്മുടെ പാവ് ഭാജി, പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം 4 മണി പലഹാരങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഒരു 6:30 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ വെറുതെ അവിടെ ഇരുന്നു അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ബാലരാമപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഒരു ധൃതിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ അത് കാരണം അതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കാരണം അവിടെ കട അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എത്തണമായിരുന്നു. കുറച്ച് ദൂരമുണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന്. അപ്പം അത് കാരണം പെട്ടെന്ന് നമ്മൾ അവിടെ സെറ്റ് സാരീസാണ് കൂടുതൽ. അപ്പോൾ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ശംഖുമുഖത്ത് വന്നു. പകൽ വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരുന്നു ബീച്ചിലൊക്കെ. പക്ഷെ നമുക്ക് ഈ ഒരു ടൈമേ കിട്ടിയുള്ളൂ വരാൻ വേണ്ടിയിട്ട്. ഏതായാലും ട്രിവാൻഡ്രത്ത് വന്നാലോ, അപ്പം പിന്നെ ശംഖുമുഖത്തൂടെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിൽ തൊഴുത വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ശ്രീപത്മനാഭ സ്വാമിയിൽ തൊഴുതപ്പം അവിടെ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ വലിയ ലോങ് ക്യൂ അല്ല, പക്ഷെ അവർ ആൾക്കാരെ നിർത്തിയാണ് അകത്തോട്ട് കയറ്റാൻ സമ്മതിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ കണ്ണൂസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവിടെ ക്യൂവിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കണ്ണൂസിന് കുറച്ച് ബുദ്ധിമുട്ടായി. ഞങ്ങൾക്ക് 3 പേർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ ശംഖുമുഖം ബീച്ചാണ്. ഇത് കിട്ടുവിൻ്റെ മുല്ലപ്പൂ നമ്മളവിടെ ബാലരാമപുരത്ത് പോകുന്ന വഴി വാങ്ങിയതാണ് കേട്ടോ, മുല്ലപ്പൂ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മുല്ലപ്പൂ കാണുമല്ലോ എപ്പോഴും വഴി. പിന്നെ ഗുരുവായൂർ കാണാറുണ്ട് മുല്ലപ്പൂ വിൽക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ മുല്ലപ്പൂ കണ്ടപ്പോൾ നമ്മൾ മുല്ലപ്പൂ വാങ്ങിയതാണ്. പിന്നെ എനിക്ക് ഓർമ്മയില്ല അന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ബീച്ചിൽ നിന്ന്. ഇപ്പം കാരണം ഞാൻ ഈയിടെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എന്തെങ്കിലും എനിക്കൊന്ന് എന്തോ ഒരു ഫെസ്റ്റ് നടക്കുമായിരുന്നു തോന്നുന്നു അന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മാസമായി. അപ്പോൾ അതാണ് ഓർക്കുന്നില്ല. അവിടുത്തെ ശംഖുമുഖം ബീച്ചിലെ തീര ഭയങ്കര സ്ട്രോങ് തിരയാണ്. നമ്മൾ സ്ഥിരം ഈ ആലപ്പുഴയിൽ പോയിട്ടുള്ളവർക്ക്, നമ്മൾ സ്ഥിരം ആലപ്പുഴ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴ കുറച്ചുകൂടെ കാമാണ്. അവിടുത്തെ തിരയൊക്കെ കുറച്ച് കാം തിരകളാണ്. പക്ഷെ അവിടെ ശംഖുമുഖത്ത് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു തിരയൊക്കെ. പിന്നെ നമ്മളധികം ബീച്ചിൽ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ നമ്മളവിടെ കഴിക്കാനൊക്കെ കുറേ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. നമ്മൾ ആ ഫുഡൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ, അത് നമുക്ക് പറ്റത്തില്ല ചിലപ്പോൾ. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റു, അമ്പലങ്ങളിൽ പോയി. ഉച്ചയ്ക്ക് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടി. പിന്നെ നമ്മൾ അവിടെ നമ്മുടെ ബാലരാമപുരത്ത് പോയി. പിന്നെ തിരിച്ചിവിടെ ശംഖുമുഖത്ത് വന്നു. പിന്നെ ഹോട്ടലിൽ പോയി. ഇപ്പോൾ ഹോട്ടലിൽ വന്നപ്പോൾ അവിടെ ചൈനീസ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് പറ്റുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ കഴിക്കാൻ. കാരണം ഞാൻ ഈ സുഷി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. ഞാനും പിള്ളേരും കഴിക്കത്തില്ല. ഞങ്ങൾക്ക് മറ്റേ അതിൻ്റെ ടേസ്റ്റൊന്നും പിടിക്കാറില്ല. അപ്പം
പിന്നെ ഞങ്ങൾ നൂഡിൽസും ഫ്രൈഡ് റൈസുമാണ് വാങ്ങിയത്. അത് തന്നെ നമ്മുടെ സ്ഥിരം നമ്മൾ കഴിക്കുന്ന ആ ഫ്രൈഡ് റൈസ് നൂഡിൽസിൻ്റെ ടേസ്റ്റ് അല്ല, ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പം അത് കാരണം നമുക്ക് അത്ര ഇഷ്ടമായില്ല. ഇപ്പോൾ ഒതൻറ്റിക് ചൈനീസ് ഡിഷസ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. ഇപ്പം നമ്മൾ സുഷി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റോ ഫിഷൊക്കെ ഇട്ടല്ല അവരുണ്ടാക്കുന്നത്. അപ്പം അത് കാരണം എനിക്ക് കഴിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല. അതിൻ്റെ സ്മെല്ലൊന്നും എനിക്കത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമുക്ക് സ്മെല്ല് കംഫർട്ടബിൾ അല്ല, പിന്നെ നമുക്കത് കഴിക്കാൻ തോന്നത്തില്ലല്ലോ. അപ്പം അത് കാരണം ഞങ്ങൾ മൂന്നുപേരും കഴിച്ചില്ല. ഹസ്ബൻഡ് പിന്നെ നേരത്തെ ആൾ കഴിച്ചിട്ടുള്ളത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിക്കാതെ എങ്ങനെ മനസ്സിലാവും? സാൽമൺ മീനില്ലേ? സാൽമണും പിന്നെ ടൂണ പറഞ്ഞാൽ നമ്മുടെ ഈ ചൂറ. എന്താ ഫ്രൈഡ് റൈസ് നൂഡിൽസ്? ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ ചെക്കൗട്ടാണ്. നമുക്ക് അർജൻറ്റായിട്ട് പോകേണ്ടി വന്നു. നമുക്ക് സൂവിലൊന്നും പോകാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ തലേന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് നമുക്ക് പോകണം. അപ്പം ഞങ്ങളെ ചങ്ങനാശ്ശേരിക്ക് കൊണ്ട് വിട്ടിട്ട് വേണം ഹസ്ബൻഡും പിന്നെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അബുദാബിക്ക് പോകാൻ. അപ്പം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് മണിക്കൂറുള്ളൂ. വൈകിട്ട് 4 മണിയുടെ വൈകിട്ട് 4 മണിക്ക് വേണം കൊച്ചിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു 3-4 മണിക്കൂർ എങ്ങനെയും പിടിക്കും ചങ്ങനാശ്ശേരിക്ക്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ യാത്രകളുടെയൊക്കെ വ്ളോഗ് ഇനി ഇടാം. ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെ വ്ളോഗ് നിങ്ങൾക്ക് മടുക്കും. അത് കാരണമാണ് കൂടുതൽ ട്രാവൽ വ്ളോഗ്സ് ഇടുന്നത്. അപ്പോൾ ബൈ.